നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഓഫീസ് മാറി അടിച്ചു തകർത്തു. നോർത്ത് ഡിഎഫ്ഒ ഓഫീസാണ് അടിച്ചു തകർത്തത്. കാട്ടാനാക്രമത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിനെതിരായ പ്രതിഷേധത്തിനിടെയാണ് ഓഫീസ് അടിച്ചു തകർത്തത്. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ഡിഎഫ്ഒ ഓഫീസിന് കീഴിലാണ് സംഭവം നടന്നത്. ഞായറാഴ്ച രാവിലെ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന വനം ഓഫീസ് ഉപരോധത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ ഓഫീസാണ് എംഎൽഎയുടെ നേതൃത്വത്തിലെത്തിയ സമരക്കാർ അടിച്ചു തകർത്തത്. എന്നാൽ സൗത്ത് ഡിഎഫ്ഒ ഓഫീസിന് കീഴിൽ നടന്ന സംഭവത്തിൽ ഓഫീസ് മാറിയാണ് എംഎൽഎയുടെ പ്രവർത്തകർ നോർത്ത് ഓഫീസ് അടിച്ചു തകർത്തത്. കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നോർത്ത് ഡിഎഫ്ഒ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രവർത്തകർ ഡിഎഫ്ഒ ഓഫീസ് ആക്രമിച്ചത്. ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കടന്ന പ്രവർത്തകർ കസേരകളും വാതിലും തകർത്തു. അതേസമയം മരിച്ച മണിയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പി വി അൻവർ എംഎൽഎ ആവശ്യപ്പെട്ടു. മറ്റൊരു മകളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും പി വി അൻവർ നേതൃത്വം നൽകുന്ന DMK പാർട്ടിയും ആവശ്യപ്പെട്ടു. മണിയുടെ ഈ പറയുന്ന ഭാര്യക്ക് താൽക്കാലിക ജോലി അത് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് തന്നെ നമുക്ക് കൊടുക്കണം. അത് കൊടുക്കാം. അതുപോലെ ഭിന്നശേഷിയായ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പഠനത്തിന്റെ ചെലവ് സർക്കാർ വഹിക്കും. ചികിത്സാ ചെലവ്. ഈ 4 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോ ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു കക്ഷി കൂടിയാണ് ഈ പറയുന്ന മണി. നിങ്ങൾക്ക് ഇതാ കാണാൻ, മണിയും എന്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ്. ആ മലയിലെ എല്ലാ വിഷയങ്ങളിലും ആദിവാസികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ വ്യക്തിപരമായി ഇടപെടുന്ന ആ നാടിനെ കുറിച്ച് നല്ല ബോധ്യം, ആ സമുദായത്തെ കുറിച്ച്, അവരുടെ ആദിവാസി സമൂഹത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളായി മേഖലയിലെ ആദിവാസികളെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. ആംബുലൻസിൽ കയറുന്നത് വരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷ ഇദ്ദേഹത്തിന് വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അവിടെ ഞങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന വേളയിലും ഇദ്ദേഹത്തിന് വേറെ ഒരു കയ്യിൽ വേദന എടുക്കണമെന്ന് പറഞ്ഞു. വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഫോറസ്റ്റിൽ വെച്ചാണ് സംസാരിക്കണ്ടായിരുന്നു. അതിനുശേഷം വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം നേരിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മൊബൈൽ സംവിധാനത്തിന്റെ കുറവ് കുറച്ച് സമയം അതിന് എടുത്തിട്ടുണ്ട്. എന്നാൽ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓഫീസിനുള്ളിൽ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു. പെട്ടെന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. ഇന്ന് ഞായറാഴ്ചയായതിനാൽ ഓഫീസിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം മണിയുടെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും മകളുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും സർക്കാർ അറിയിച്ചു. കേരള വിഷൻ, നിലമ്പൂർ.